നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ വിവാദ പ്രസ്താവന വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചതാണ്. സനാതന ധർമ്മം കേവലം എതിർക്കപ്പെടേണ്ടതല്ല, മലേറിയയും ഡെങ്കിയും പോലെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടേണ്ടതാണെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ്റെ വിവാദ പ്രസ്താവന. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഉദയനിധി സ്റ്റാലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. വിവാദ പ്രസ്താവനയിൽ DMK നേതാവും മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനും ഭരണഘടന നൽകുന്ന അവകാശം ഉദയനിധി സ്റ്റാലിൻ ലംഘിച്ചെന്നാണ് സുപ്രീം കോടതി നിരീക്ഷണം. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദിബാങ്കർ ദത്ത എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഈ പരാമർശം നടത്തിയത്. പരാമർശത്തിന് 6 സംസ്ഥാനങ്ങളിൽ ഉദയനിധി സ്റ്റാലിനെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് ഉദയനിധി സ്റ്റാലിൻ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി ബെഞ്ച് ഉദയനിധി സ്റ്റാലിൻ ഒരു സാധാരണ വ്യക്തിയല്ല എന്ന് ചൂണ്ടിക്കാട്ടി. മന്ത്രിയാണ്. നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പ്രത്യാഘാതം ഉദയനിധി സ്റ്റാലിന് അറിയാവുന്നതാണെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഉദയനിധിയുടെ ഹർജി അടുത്ത വെള്ളിയാഴ്ച പരിഗണിക്കാനായി സുപ്രീം കോടതി മാറ്റി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഉദയനിധി സ്റ്റാലിൻ്റെ വിവാദ പ്രസ്താവന വന്നത്. ജാതി വ്യവസ്ഥയാണ് താൻ എതിർക്കുന്നതെന്ന് പിന്നീട് ഉദയനിധി സ്റ്റാലിൻ വിശദീകരിച്ചിരുന്നു. എന്നാൽ വിഷയം BJP ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയായിരുന്നു. ഇടയ്ക്ക് സനാതനധർമ്മം പരാമർശം നടത്തിയ വിഷയത്തിൽ ഉദയനിധി സ്റ്റാലിന് സമൻസ് അയച്ചിരുന്നു. ബംഗളൂരു സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സമൻസ് അയച്ചത്. ബംഗളൂരു ACM കോടതിയായിരുന്നു സമൻസ് അയച്ചത്. മാർച്ച് 4-ന് നേരിട്ട് ഹാജരാകാനായിരുന്നു സമൻസിലൂടെ ആവശ്യപ്പെട്ടത്. സെപ്റ്റംബറിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ വിവാദ പരാമർശം നടത്തിയത്. ഡെങ്കിപ്പനിയും മലേറിയയും ഉന്മൂലനം ചെയ്തതുപോലെ തന്നെ സനാതനധർമ്മത്തെയും ഇല്ലായ്മ ചെയ്യണമെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം. വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് സനാതനധർമ്മ വിവാദ പരാമർശം. ഏറെ വിവാദങ്ങളിലേക്ക് ഇത് നയിക്കപ്പെടുകയുണ്ടായി. രാജ്യത്തിന്റെ സ്വത്വത്തെ തന്നെ ചോദ്യം ചെയ്ത പരാമർശമായിട്ടായിരുന്നു ഇതിനെ വിലയിരുത്തിയത്. പോലീസ് നടപടിയെടുക്കാത്തതിൽ മദ്രാസ് ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. പോലീസിന്റെ ചുമതല ഇല്ലായ്മയാണെന്ന് കോടതി തുറന്നടിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിക്കപ്പെട്ടു. തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറയുന്നതിൽ തെറ്റില്ല എന്നുമായിരുന്നു മന്ത്രി ഉന്നയിച്ച വാദം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.